ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഐശ്വര്യ. ഞാനിത് ഇന്ന് ഞാൻ റെക്കോർഡ് ചെയ്തേക്കുന്നത് നിങ്ങളുടെ അടുത്ത് പത്തനംതിട്ട ജില്ലയിലെ ഇടത്താവളത്തിൽ കോൺകോർഡിയ ഫെസ്റ്റ് നടന്നിരുന്നു കേട്ടോ. സമ്മർ ഫെസ്റ്റ് ഹോർത്തൂസ് മലബാറിക് റിസോർട്ട് ഇൻറ്റിഗ്രേറ്റ് നടത്തിയ ഒരു ഫെസ്റ്റായിരുന്നു. സമ്മർ വെക്കേഷൻ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഫെസ്റ്റായിരുന്നു. കുറേ നാളുകൾ ദിവസം ഞങ്ങളിപ്പോൾ ലാസ്റ്റ് ടൈം ആയപ്പോൾ ഞങ്ങൾക്ക് പോകാൻ ടൈം കിട്ടി കേട്ടോ. അന്നേരം ഞങ്ങൾ പോയത് ആദ്യമായിട്ട് എൻ്റർ ചെയ്യാൻ കുറേ ഫ്ലവേഴ്സ് ഗാർഡനും പിന്നെ ഫിഷിൻ്റെ പല വെറൈറ്റീസൊക്കെയാണ് നമ്മൾ ആദ്യമേ എൻട്രിങ് സെക്ഷനിൽ കാണുന്നത്. പല ഓക്വേറിയൻസും അതുപോലെ പല വെറൈറ്റീസ് ഓഫ് ബേർഡ്സ് അതൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ട് ഇങ്ങനെ ലൈനപ്പ് ചെയ്ത് ഇങ്ങനെ പോകാൻ പറ്റുകയാണ്. പിന്നെ നമുക്ക് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് അവിടുത്തെ ഒരു ആർട്ടിഫിഷ്യൽ സൂ. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ സൂ ഇങ്ങനെ ലൈറ്റിങ്ങും അതിൻ്റെ സെറ്റിങ്സും അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സൂറിൽ എങ്ങനെ കയറും അതുപോലെ ഒരു ഫീലിംഗ് ആണ്. ഒരു ആർട്ടിഫിഷ്യലാണെല്ലാം ആർട്ടിഫിഷ്യലായിട്ട് മേഡപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അത് കാണാൻ രസമാണ്, കുട്ടികളെ പെട്ടെന്ന് ആകർഷിക്കുന്ന കാര്യമാണ്. പിന്നീട് നമ്മൾ മെയിനായിട്ട് റീഡിംഗ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്കുള്ളതാണ്. റീഡിങ് സിസ്റ്റോട് ഒത്തിരി രീതിയിലുള്ള ബുക്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫിക്ഷൻസ്, അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്കുള്ള ബുക്സ് ഉണ്ട്, അവൾക്ക് റീഡിങ് ബുക്സ് ഉണ്ട്, ചെറിയ ചെറിയ കഥാപുസ്തകങ്ങളുണ്ട്. മെയിനായിട്ട് ഫിക്ഷൻ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഫിക്ഷന് മറ്റും 150 രൂപ. ഞങ്ങളൊരു ഫിക്ഷൻ എടുത്തിരുന്നു. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഒരു ഫിക്ഷൻ ഞങ്ങൾ വാങ്ങിച്ചിരുന്നു. പിന്നെ നമ്മൾ ലേഡീസ് സെക്ഷനിൽ ഡ്രസ്സസും കാര്യങ്ങളും ചെരുപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ അതിന് ശേഷം സ്നാക്സ്. എവിടെ ചെന്നാലും ഫസ്റ്റിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള സ്നാക്സ്, പിന്നെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ ചീപ്പുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ പിന്നീട് നമുക്ക് മെയിൻലി ആയിട്ട് കണ്ടത് കുറേ പ്രോഗ്രാംസ് ആയിരുന്നു. കൊച്ചിൻ ന്യൂസ് നടത്തുന്ന പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇലൂമിനാറ്റി സെക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സൂപ്പർ ഇലൂമിനാറ്റിയുടെ പാട്ട് അതൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. പിന്നീട് നമ്മൾ കോമഡി താരങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന സൗണ്ട് ഡബ്ബിങ് ഒക്കെ ഫസ്റ്റ്ലി ഞാൻ നേരിട്ട് സൗണ്ട് ഡബ്ബിങ് ഒക്കെ ആദ്യമായിട്ടാണ് കേട്ടോ. കാരണം നല്ല രീതിയിൽ സൗണ്ട് ഡബ്ബിങ് ഒക്കെ ചെയ്തു. ഇത്രയാണ്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.